വർഷത്തെ ഇന്ത്യയിൽ നിന്നുള്ള ആദ്യ ഹജ്ജ് തീർത്ഥാടക സംഘം മദീനയിലെത്തി. സൗദിയിലെ ഇന്ത്യൻ അംബാസിഡറുടെ നേതൃത്വത്തിൽ ഹജ്ജ് മിഷൻ ഉദ്യോഗസ്ഥരും ബന്ധപ്പെട്ട വകുപ്പുകളുടെ പ്രതിനിധികളും ചേർന്ന് തീർത്ഥാടകർക്ക് ഊഷ്മള സ്വീകരണം നൽകി. കേരളത്തിൽ നിന്നുള്ള ഹജ്ജ് വിമാന സർവീസ് മെയ് 10 ആരംഭിക്കും. ഈ വർഷത്തെ ഇന്ത്യയിൽ നിന്നുള്ള ആദ്യ ഹജ്ജ് തീർത്ഥാടക സംഘം പ്രവാചക നഗരിയായ മദീനയിൽ ഇറങ്ങി. ഇന്ന് പുലർച്ചെ ഹൈദരാബാദിൽ നിന്ന് സൗദിയ വിമാനത്തിൽ 288 പേരും ലക്നൌവിൽ നിന്നുള്ള രണ്ടാമത്തെ 262 തീർത്ഥാടക സംഘവും മദീനയിലെത്തി. ഇന്ന് ഏതാണ്ട് 1000-ഓളം ഇന്ത്യൻ ഹജ്ജ് തീർത്ഥാടകരാണ് വിവിധ സമയങ്ങളിലായി മദീനയിൽ ഇറങ്ങുന്നത്. മദീനയിൽ സൗദി ഹജ്ജ് ഉംറ മന്ത്രാലയം ആക്ടിംഗ് അണ്ടർ സെക്രട്ടറി ഡോക്ടർ അബ്ദുൽ അസീസ് വസാൻ, സൗദിയിലെ ഇന്ത്യൻ അംബാസിഡർ ഡോക്ടർ സുഹൈൽ അജാസ് ഖാൻ, ജിദ്ദ ഇന്ത്യൻ കോൺസുലേറ്റ് കോൺസുൽ ജനറൽ ഫഹദ് അഹമ്മദ് ഖാൻ സൂരി എന്നിവരുടെ നേതൃത്വത്തിൽ ഹജ്ജ് മിഷൻ ഉദ്യോഗസ്ഥരും KMCC അടക്കമുള്ള സന്നദ്ധ പ്രവർത്തകരും പൂച്ചെണ്ടുകളും ഈത്തപ്പഴവും മറ്റു ഉപഹാരങ്ങളും നൽകി തീർത്ഥാടകരെ സ്വീകരിച്ചു. 1,22,518 തീർത്ഥാടകരാണ് ഈ വർഷം ഇന്ത്യൻ ഹജ്ജ് കമ്മിറ്റി വഴി ഹജ്ജിനായി എത്തുന്നത്. അതേസമയം സ്വകാര്യ ഹജ്ജ് കോട്ടയിലെ അനിശ്ചിതത്വം ഇനിയും അവസാനിച്ചിട്ടില്ല. 52,500-ഓളം വരുന്ന ഇന്ത്യയിലെ സ്വകാര്യ കോട്ടയിൽ 10,000-ഓളം പേർക്ക് മാത്രമാണ് ഇതുവരെ അവസരം ലഭിച്ചിട്ടുള്ളത്. കേരളത്തിൽ നിന്നുള്ള ഹജ്ജ് വിമാന സർവീസ് മെയ് 10 ആരംഭിക്കും. സുൽഫിഖ്റദായ്, അമൃത ന്യൂസ്, ജിദ്ദ. Celebrating 40 years of trust and legacy, Sona Golden Diamonds, Saudi Arabia, Bahrain, Oman. Hyper Al Wafa Saudi Arabia, ഇപ്പോൾ മക്കയിലും.